സംസ്ഥാനത്ത് ഇന്ന് അതിശക്ത മഴ തുടരാൻ സാധ്യത. റെഡ് അലർട്ടുകൾ പിൻവലിച്ചിട്ടുണ്ട്. 10 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. അലക്സ് മുഹമ്മദ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, ഏറ്റവും പുതിയ കാലാവസ്ഥ അപ്ഡേറ്റ്. ഗോകുല, സംസ്ഥാനത്ത് നിന്ന് ചില ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത നേരത്തെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരുന്നു. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ റെഡ് അലർട്ട് പിൻവലിക്കുകയാണ്. എന്നാൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴ ഇന്ന് തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുകയും ചെയ്യുന്നു. സംസ്ഥാനത്ത് 14 ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നിങ്ങനെ 10 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് 10 ജില്ലകൾ, അതായത് സംസ്ഥാനത്ത് പരക്കെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ളതാണ് മുന്നറിയിപ്പ്. അതിനാൽ 10 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നു. 11 മുതൽ 20 സെന്റിമീറ്റർ വരെ മഴ ഈ 10 ജില്ലകളിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലും ശക്തമായ കാറ്റോടും കൂടിയ മഴ തുടരാനാണ് സാധ്യത. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ജാഗ്രത തുടരണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും ജാഗ്രത തുടരണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരുകയാണ്. അതായത് കടലിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. മണിക്കൂറിൽ പരമാവധി 50-55 കിലോമീറ്റർ വരെ വേഗതയിലേക്ക് വീശിയടിച്ചേക്കാവുന്ന കാറ്റിനാണ് കടലിൽ സാധ്യത. കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുണ്ട്. കാരണം അറബിക്കടലിൽ ന്യൂനമർദ്ദം നിലനിൽക്കുന്നത് അടുത്ത മണിക്കൂറുകളിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കും. ബംഗാൾ ഉൾക്കടലിലും ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട്. അതും തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത ദിവസങ്ങളിലും സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരാനുള്ള സാധ്യതയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.